ഹായ് എവ്രിവൺ. അപ്പം ഞാൻ ഇന്ന് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി യൂണിയൻ ആയോ? അപ്പോൾ അവർ ചിന്തിക്കുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കടന്നു കഴിഞ്ഞാൽ യൂണിയൻ ആവുക, അതാണ് അൾട്ടിമേറ്റ് ഗോൾ എന്ന്. അല്ല, യൂണിയൻ അതൊരു പാർട്ടാണ്. കാരണം രണ്ടുപേര് മീറ്റ് ചെയ്യുമ്പോൾ അത്രയും മാസീവ് എനർജിയാണ്. രണ്ടുപേര് മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി കൊളൈഡ് ആവുകയാണ് ചെയ്യുക, അങ്ങനെയാണ് പറയുക അല്ലേ. പക്ഷേ രണ്ടുപേരുള്ളിൽ ഡിസ്റ്റോർട്ടഡ് ആയതുകൊണ്ടാണ് പിന്നെ സെപ്പറേഷൻസ് പിന്നീട് വരുന്നത്. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കർമ്മ, ആൻസസ്ട്രൽ കർമ്മ ഉണ്ടായിരിക്കും, സോൾ കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും, ഇമോഷണൽ മെമ്മറീസ് ഉണ്ടായിരിക്കും, ഒരുപാട് ലൈഫ് ടൈംസിൽ ക്യാരി ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുമായിട്ടാണ് അവർ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് ഹണിമൂൺ ഫേസ് പോലെയൊക്കെ കഴിഞ്ഞു പിന്നെ സെപ്പറേഷൻ ആവുന്നത്. കാരണം ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളതൊക്കെ ഹീൽ ചെയ്ത് ഞാൻ എന്നെ അറിയണം. അതാണ് ഈ ജേർണി നമുക്ക് തന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഡിവൈൻ നിങ്ങളെ പല സമയത്ത് നമുക്ക് തോന്നും ഞാനിതൊക്കെ ചെയ്തിട്ടും ഡിവൈൻ എന്നെ പണിഷ് ചെയ്യണം. കാരണം ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ വിൽ ബി ഗെറ്റിംഗ് എൻഗേജ് ഓർ മാരേജ് ടു സം അതർ പീപ്പിൾ. ബിക്കോസ് അവർക്ക് കാർമിക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ കർമ്മ അവർ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അവർ മിക്കതും DMs കാർമികമായിട്ടുള്ള അക്കൗണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണത്. നമ്മൾ വിചാരിക്കും അയ്യോ അവരെന്നെ മറന്നു. അല്ല, അവരവർ ആ ഒരു കാർമിക് അക്കൗണ്ട്സ് ഹീൽ ചെയ്യുമ്പോഴാണ് അവർക്ക് അവേക്കിന് കൊണ്ടുവരികയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നതും. ശരിക്കും നമ്മളുടെയും ഒരു എനർജറ്റിക് ഫീൽഡ് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചക്രയിൽ ഹീലിങ്സ് നടക്കുന്നുണ്ടായിരിക്കും, DNA, ഓറിക് ഫീൽഡ്സ്, ലൈറ്റ് കോഡ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ട്വിൻ ഫ്ലെയിം ഇന്നർ വർക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കും. പിന്നെ യൂണിയൻ നടക്കുന്നത് എപ്പോഴാണ്? രണ്ടുപേരും അലൈൻഡ് ആകുമ്പോഴാണ്. അപ്പോൾ അലൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഉള്ളിൽ ഇനിയും എന്തെങ്കിലും ഒരു ക്ലിയർ ആവാൻ കിടക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെയും നിങ്ങൾക്ക് പെയിൻ കൊണ്ടുവരും, സഫേഴ്സിലേക്ക് ട്രിഗേഴ്സ് കൊണ്ടുവരും, കാർമിക്സിൻ്റെ ബാക്കി ഡെപ്റ്റ്സൊക്കെ കൊണ്ടുവരും. പിന്നെ ഈ മാരേജിലേക്ക് ഫോക്കസ് ചെയ്യുക. ശരിക്കും നമുക്ക് ഈ ഒരു ജേർണി വന്നാൽ മനസ്സിലാവും, മാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ഈഗോസ്റ്റിക് വേ ആണ്. ശരിക്കും നമ്മുടെ ഹീലിംഗ് നമുക്ക് നമ്മളായിരിക്കുന്നതിന് എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു സോള് പറഞ്ഞു, ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്നൊക്കെ പറയുന്നത് ശരിക്കും അതൊരു ട്വിൻ ഫ്ലെയിമിലായി വരുമ്പോൾ മാരീഡായ ആൾക്കാരുടെ ഹസ്ബൻഡും വൈഫൊക്കെ ഒരുപാട് വേദനിക്കുകയല്ലേ. അപ്പോൾ ശരിക്കും അത് തെറ്റല്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ്. ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥ പാർട്ട്ണർ. ഇവിടെ കല്യാണം കഴിക്കാനല്ല ട്വിൻ ഫ്ലെയിംസ് വരുന്നത്. അതിലൂടെയാണ് ആ രണ്ട് വ്യക്തികളും അവരിലേക്ക് കണക്ട് ചെയ്യുന്നത്, അവരുടെ സോളിനെ അറിയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഓരോ കർമ്മകൾ മനസ്സിലാക്കുന്നത്. ഈ എന്താണ് ജീവിതം, എന്തിനാണ് ഞാൻ വന്നത്, എന്താണ് ഞാൻ, എൻ്റെ ഉള്ളിൽ ഹൂ ആം ഐ എന്നുള്ള ചോദ്യം അറൈസ് ചെയ്യുന്ന അവിടെയാണ്. കാർമിക് പാർട്ട്നേഴ്സിനും ആ ചിന്തകൾ വരും. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്ട്രീം കൊടുത്തിട്ടും അവരെന്നെ ടേക്ക് കെയർ ചെയ്യാത്തവർക്ക്, എന്തുകൊണ്ട് എനിക്ക് പെയിൻ തരുന്നു എന്നൊക്കെ ചിന്തകളോ, ഈ ചിന്തകളിലാണല്ലോ നമ്മൾ ഒരു തേടൽ, അന്വേഷണം വരുന്നത്. അപ്പോൾ കുറേ ഡിവൈൻ ഫെമിനിൻസ് ആണെങ്കിലും സബ് കോൺഷ്യസ്ലി ചിന്തിക്കുന്നത് ഞാൻ കുറേ ഹീൽ ചെയ്തു, ഞാൻ ഇന്ന വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് അവൻ റിട്ടേൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷേ ഡിവൈൻ ട്വിൻ ഫ്ലെയിം യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും അൾട്ടിമേറ്റ് ഗോൾ അതോടെ കഴിഞ്ഞു എന്നല്ല, അത് ഒരു വലിയ സ്റ്റാർട്ടിങ് സോൾ പർപ്പസിലേക്ക് ഇനി ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നതാണ്.
പക്ഷേ ശരിക്കും ഡിവൈൻ ഫെമിനിൻ കംപ്ലീറ്റ് ആവേണ്ടത് അവളിലാണ് കംപ്ലീറ്റ് ആവേണ്ടത്. ഡിവൈൻ മാസ്കുലിൻ അവനിലാണ് കംപ്ലീറ്റ് ആവേണ്ടത്. അല്ലാതെ എൻ്റെ പാതി വന്നാൽ മാത്രം ഞാൻ കംപ്ലീറ്റ് ആവൂ എന്നല്ല. അത് ഫിസിക്കൽ ഫോമിലുള്ള കംപ്ലീഷനാണ്. അല്ലാതെ തന്നെ നമ്മളോട്, അതാണ് ഇന്നർ യൂണിയൻ ആകണം എന്ന് പറയുന്നത്. നമ്മളോട് കംപ്ലീറ്റ് എനർജിയിലായിരിക്കും. ഡിവൈൻ നമ്മൾ അങ്ങനത്തെ ഒരു എനർജിയിൽ പോകണം. ലൈക്ക് അവർ വന്നാലേ ഞാൻ കംപ്ലീറ്റ് ആവും, അങ്ങനത്തെ ചിന്ത പാടില്ല. ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ആണ്, എൻ്റെ ഇണയാണ് അവിടെ ഉള്ളത്. നമുക്കവരെ ഓർക്കുമ്പോൾ ഒരു ബ്ലെസ്സിങ്സ് കൊടുക്കാം. അല്ലാതെ അവർ തേർഡ് പാർട്ടിയുടെ കൂടെ എൻജോയ് ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ കമൻസുകൾ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അതെങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവരുടെ കാർമിക് കോൺട്രാക്ട്സിലോട് ശരിക്കും തേർഡ് പാർട്ടിയാണ് കൂടുതലും സ്പിരിച്വൽ അവേക്കനിങ് അവർക്ക് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ഹീൽ ചെയ്ത് വരേണ്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ കണ്ടൻറ് സ്റ്റേറ്റ് ആയിരിക്കും. ഞാൻ എന്നിൽ എനിക്കിപ്പോൾ എസ് എ ഒരു സോൾ എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ വളരെ കണ്ടൻറ്റാണ്, വളരെ പീസ്ഫുള്ളാണ്. എൻ്റെ ലൈഫിനെ പുഷ് ചെയ്ത് ഇങ്ങനെ ഒന്നിലേക്ക് മുറുകി പിടിച്ചൊന്നിലേക്കും പോകുന്നത്. വളരെ സ്ലോ ആൻഡ് സ്റ്റഡി, വെള്ളം ഒഴുകുന്ന പോലെ ഗോ വിത്ത് ഫ്ലോയിലാണ് ഞാൻ പോകുന്നത്. അത് എൻ്റെ ഡി എമ്മിനെ കുറിച്ച് ഞാൻ ചേസ് ചെയ്യുന്നില്ല, മെസ്സേജ് ചെയ്യാൻ പോകുന്നില്ല, കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവരെവിടെയിലൊക്കെ ഉണ്ടായിരിക്കും. അവരും യൂണിവേഴ്സ് തന്നെയാണ് കൊണ്ടുവന്നത്, എന്നെയും യൂണിവേഴ്സ് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. സോ അവരുടെ ലൈഫ് അവർക്ക് ടേക്ക് കെയർ ചെയ്യാനായിരുന്നു. നമ്മളങ്ങനെ ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പക്ഷേ മെമ്മറീസൊക്കെ വരും, അപ്പോഴൊക്കെ നമ്മൾ ആ ബ്ലെസ്സിങ്സ് വിട്ടു കൊടുക്കും. അപ്പോൾ ട്രൂ ഹീലിങ്സ് ഹാപ്പൻസ് വെൻ യു ഡിറ്റാച്ച് ഫ്രം ദ ഔട്ട്കം. നമ്മുടെ ഇവിടെ കുറേ പേര് ട്വിൻ ഫ്ലെയിം ജേർണി വരുന്നവരുടെ ഔട്ട്കം യൂണിയനാണ്. അതല്ല, നിങ്ങൾ വരുന്നത് നിങ്ങളറിയാനും അവർ വരുന്നത് അവരറിയാനുമാണ്. അപ്പോൾ ഈ ജേർണി തരുന്നത് രണ്ട് പേരുടെയും ആ ഒരു ഡിവൈനിറ്റി പുറത്തേക്ക് കൊണ്ടുവരാനും അതിലൂടെ വേൾഡിന് ഒരുപാട് ഹെൽപ്പുണ്ട്. അപ്പം നമ്മൾ ട്വിൻ ഫ്ലെയിം യൂണിയനായ മാത്രമല്ല രണ്ടുപേരും ഹോൾ ആൻഡ് കംപ്ലീറ്റ് എന്ന് പറയേണ്ടത്. അല്ലാതെ തന്നെ നിങ്ങൾ ഹോൾ ആൻഡ് കംപ്ലീറ്റ് ആവണം. ആ ഒരു കണ്ടൻറ് സ്റ്റേറ്റിലാവുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി യൂണിയൻ പുറത്തു നിന്ന് ഔട്ടർ യൂണിയൻ നടക്കേണ്ടത്. അങ്ങനെയാണ് നടക്കുക. ആ ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ മാസ്കുലിൻ എനർജീനെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഓരോ ട്വിൻ ഫ്ലെയിംസും വരുന്നവർക്കും പല പല ജനറേഷണൽ ആയിട്ടുള്ള ആൻസിസ്റ്റർ കർമ്മ ഉണ്ടായിരിക്കും, ജനറേഷണൽ ആയിട്ടുള്ള ഒരുപാട് കേഴ്സസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പെൻഡിങ് കർമ്മ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഹീലാവുന്നതനുസരിച്ച് ഇതൊക്കെ ക്ലിയർ ചെയ്ത് പോകാനും അതിനുള്ള സൊല്യൂഷൻസൊക്കെ നമ്മളായിട്ടും നമ്മുടെ ഹീലിംഗ് പവർ കൊണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അബാൻഡമെൻറ്റ് ഇഷ്യൂ, സപ്രഷൻസ്, അല്ലെങ്കിൽ പണ്ട് പറയാറുണ്ടല്ലേ പണ്ടത്തെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂളിലൊക്കെ പോയിരുന്ന് കുറേ നടക്കുക. അപ്പോൾ ആ ഒരു പെയിന് അല്ലെങ്കിൽ അവർ അനുഭവിച്ച കുറേ കഷ്ടപ്പാടുണ്ടായി. ഫുഡ് പ്രോപ്പറായിട്ട് സമൃദ്ധിക്ക് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മക്കളൊക്കെ ഉണ്ട്, അവർ ഷെയർ ചെയ്ത് കുറച്ചാണ് മൂത്തവർക്കൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സപ്രസ് ചെയ്തിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ ജോലിക്ക് പോയവരൊക്കെ ഉണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു സപ്രഷനൊക്കെ അവർ DNA കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളിലേക്കും പാസ് ചെയ്ത് പോകും. 7 തലമുറ നമ്മളിലേക്ക് ഒരുപാട് നാളിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് എനർജീസ് നിങ്ങൾ സപ്രസ് ചെയ്യുകയാണ്. അത് നിങ്ങൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് പാസ് ചെയ്ത് പോകും. സോ അങ്ങനെ അല്ലാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പാമ്പർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ ഹീൽ ചെയ്യുക, അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി 5Dയിൽ ഹാപ്പൻ ചെയ്തോളും. അങ്ങനെ യൂണിയൻ ആകുമ്പോൾ നിങ്ങൾക്ക് യൂണിയനോട് ഭയങ്കര ഒരു ത്വര അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റും തോന്നില്ല. ഓക്കെ, അതൊരു പാട്ടിൽ നടക്കുന്നു, നമ്മൾ ഭയങ്കര ഒരു
ഈ ഒരു നല്ല കാറ്റത്ത് ഈ ഒരു ഫെദർ ഇങ്ങനെ പറന്നു പോകില്ല, അതുപോലെ ആയിരിക്കും നമ്മൾ ഒന്നിനോട് അറ്റാച്ച്ഡ് ആയിരിക്കില്ല. എല്ലാവരോടും ഭയങ്കര സന്തോഷവും സമാധാനത്തോടെ പോകുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ശരിക്കും ആ ഒരു ഫിസിക്കൽ ഫോമിൽ 5Dയിൽ യൂണിയൻ നടക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചാലുമാണ് നമുക്ക് ഇടയ്ക്ക് പെയിൻ വരും, ബോഡി പെയിൻസ് വരാം, സ്വപ്നം കാണാം, നമുക്ക് ഒരുപാട് പർജിങ്സ്, സ്കിൻ പർജിങ്സ്, അതുപോലെ ഇമോഷണൽ പർജിങ്സൊക്കെ വരുന്നത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പെയിനുകളാണ്. അതിന് പുറത്തേക്ക് പോകണം. അതിന് നിങ്ങളൊന്ന് സഹായിക്കണം. എങ്ങനെ നിങ്ങൾ പർജ് ചെയ്ത് കളയുക. പെയിൻ വരുമ്പോൾ അതിനെ ഒന്ന് റിലീസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ നോക്കുക. കരയാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഷവർ ഒന്ന് ജസ്റ്റ് പോയി കുളിക്കാം, അങ്ങനെയും നിങ്ങൾക്ക് ക്ലെൻസ് ആകാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ പെയിനെ നിങ്ങൾ ഫീൽ ചെയ്തിട്ട് അതിനെ ഒന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ആ പെയിനിനെ നിങ്ങൾ എന്താ പറയുക ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കണ്ടൻറ്റ്. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈബ്രേഷൻസ് റേസ് ആവും. ഈ വൈബ്രേഷൻസ് റേസ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു അലൈൻമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന കരിയർ എല്ലാം വരും. നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരില്ല. നമ്മുടെ വൈബ്രേഷൻ അലൈൻമെൻറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളിലേക്ക് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. കാരണം ഞാനതിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ബുദ്ധിമുട്ടി ഒരുപാട് ക്ലയൻസിനെ എനിക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് പോലും എൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നില്ല. എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നല്ലാതെ വേറെ ഒരു ഫ്രണ്ട്സിനോ ഒരു ഗ്രൂപ്പിലേക്കൊന്നും ഞാൻ അയച്ചു കൊടുക്കാറില്ല. എൻ്റെ വീഡിയോ ആരാണോ കാണേണ്ടത് അവർ കണ്ടുവരും. അത് കാരണം നമ്മൾ ആ ട്രസ്റ്റും പേഷ്യൻസും നമുക്ക് ഈ ജേർണിയിൽ വന്നു. പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്പിരിച്വൽ ജേർണിയിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലായവർ ടാരോ റീഡിങ്സ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ടാരോ റീഡിങ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ട്വിൻ ഫ്ലെയിം അല്ലാത്ത ടാരോ റീഡേഴ്സൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻ എടുത്ത് കൊടുക്കാതിരിക്കും. കാരണം നിങ്ങൾ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയുക. ടാരോ റീഡിങ് ചെയ്യുന്നവർക്ക് കൊടുക്കുക. പിന്നെ ട്വിൻ ഫ്ലെയിം ആയവർക്ക് ടാരോ റീഡിങ്ങിൻ്റെ ആവശ്യവുമില്ല. അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ജേർണിയിൽ അല്ലാത്തവർ അതിനെ കുറ്റം പറയാനോ അതിനെ ജഡ്ജ് ചെയ്യാനോ പോകണ്ട. കാരണം നമ്മളതിനെക്കുറിച്ച് നമുക്ക് യൂണിവേഴ്സ് ആ ജേർണി തന്നിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് അവെയർ ആവണം. അത് വിടുക. അതുള്ളവർക്ക് കൊടുത്തോട്ടെ. ഈ ഭൂമിയിൽ വരുന്ന ഓരോരുത്തർക്കും ഓരോ സോൾ കോൺട്രാക്റ്റ് ആയിട്ട് വരുന്നവരാണ്. ഭൂമിയിലേക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്രാപ്തി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ജഡ്ജ് ചെയ്യേണ്ട. നമുക്ക് തന്നിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആവുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനർജീസ് ക്ലംസി ആവും. ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സലിൽ നിൽക്കുക ആ എനർജി പോവും. ആ ഒരു കർമ്മ നിങ്ങൾക്ക് കിട്ടും. എന്തിനാണ് കാര്യമുള്ളത്? നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ്ഡ് ആയി, അല്ലാത്ത കാര്യത്തിൽ എല്ലാത്തിലും പോയിട്ട് നിങ്ങൾ അന്വേഷിക്കാനും വെറുതെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കാം. നമുക്ക് കണ്ടുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുക. അതിന് ലീവ് ചെയ്യുക. അറിയണവർക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ. സോ എനിക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയെ കുറിച്ച് പറയാനാണ് ഫീൽ ചെയ്യുന്നത്. യൂണിയനെ കുറിച്ച്, യൂണിയനാണ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാതെ അവരെയും നോക്കി അവരെയും സ്വപ്നം കണ്ടിരുന്ന് നിങ്ങൾ ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യരുത്. അത് വേസ്റ്റ് ആയിരിക്കും. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഈ ട്വിൻ ഫ്ലെയിം ജേർണി വന്നു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ഞാൻ കാണുന്നുണ്ട് ഭയങ്കര ബലം പിടിച്ചിട്ട് ഞാൻ ട്വിൻ ഫ്ലെയിം ആണ്, ഞാൻ ഈ ഹീലിംഗ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസ്കുലിൻ എനർജിയിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങളുടെ രണ്ട് എനർജി ബാലൻസ്. നിങ്ങൾക്ക് രണ്ട് എനർജി ഉണ്ട്. ഫിസിക്കൽ ഫോം ലൈക്ക് മാസ്കുലിൻ എനർജി ഉണ്ട്, ഫെമിനിൻ എനർജി ഉണ്ട്. രണ്ടും എൻജോയ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് പോവാം. കാരണം ഒന്നിനോടും ഒരു ഇതായിട്ടിരിക്കാതിരിക്കുക. എല്ലാം അത് ലൈറ്റായിട്ട് കാണാൻ ശ്രമിക്കുക. ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാം. ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാൻ പഠിക്കുക. അതാണ് ശരിക്കും കൂടുതൽ ഹീലിങ്ങിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് വരും. നമ്മൾ ഭയങ്കര കോംപ്ലക്സിറ്റി കുറയും. ഭയങ്കര ഫ്രീ ആയിരിക്കും. നമ്മളോട് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും. നമ്മുടെ ആ ഒരു എനർജറ്റിക് ഫീൽഡ് അത് വെച്ചാൽ നമ്മൾ കണ്ടായി നമ്മൾ ഒരു മൊമെൻറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ എത്ര പറഞ്ഞാലും തീരാൻ പറ്റാത്ത അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങും നമ്മൾ. കാരണം നമുക്ക് കിട്ടുന്ന ഓരോ കാര്യം, ഒരു കാറ്റ് വീശിയ പോലെ താങ്ക് യു സോ മച്ച് ബസ് ആ ഒരു കാറ്റിൻ്റെ അത്രയും എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ആ ബ്യൂട്ടി എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഭയങ്കര കണ്ടൻ്റ് ആയിരിക്കും. ആ കണ്ടൻറ്റ് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോർമോൺസും ആക്റ്റീവായി എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. മനസ്സിലായപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആരും കുറച്ച് ബലം പിടിച്ച് ഞാനിതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആളുകളോട് സംസാരിക്കേണ്ട സിറ്റുവേഷൻ സംസാരിക്കാതെ അങ്ങനെ ഇരിക്കാതിരിക്കുക. എല്ലാവരോടും സ്മൈൽ ചെയ്ത് വിടാം. സംസാരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈൽ, ദാറ്റ്സ് ഇനഫ്. നമ്മൾ നമ്മുടെ കാര്യത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്ന് കരുതി സെൽഫ് ഫോക്കസ്ഡ് ആകാം, ഓവർ ആവരുത്, സെൽഫിഷ് ആവരുത്. അതാ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ.
അപ്പോൾ എല്ലാ വിധത്തിൽ പോവാം. പിന്നെ എൻ്റെ ചാനലിൽ എനിക്ക് കിട്ടുന്ന ഡൗൺലോഡ്സ് അനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഷോർട്സിൽ ഹീലിംഗ് രാഗാസ് അതിങ്ങനെ ഫീൽ ചെയ്തു, അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 7 എണ്ണം കൂടി ഒരു 5 എണ്ണം കൂടി ഉണ്ടായിരിക്കും. എനിക്ക് കിട്ടുന്ന ഗൈഡൻസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിടുന്നുണ്ട്. അത് നിങ്ങളുടെ സോളിൻ്റെ വിസ്ഡം അനുസരിച്ചാണ് അത് യൂസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഇത്രയും ഇൻഫോർമേഷൻസ് കിട്ടി അതൊന്നും കാണാതെ ഒന്നും പോവാതിരിക്കുക. കാരണം ഒന്നും വേസ്റ്റ് ആവില്ല, വെറുതെ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇതുപോലെ പോകുന്ന സ്പിരിച്വൽ ഹീലേഴ്സ് ഇതിലിടുന്നത് ചിലപ്പോൾ 1-2 പേർക്കായിരിക്കാം, പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് എത്തുന്നത്. പിന്നെ ഒരു കാര്യം, ഡിവൈനെ നിങ്ങൾ വിളിച്ചാലേ വരുള്ളൂ. നെഗറ്റിവിറ്റി ആണെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കാതെ കയറി വരും. പക്ഷേ ഡിവൈൻ എനർജീസ് എപ്പോഴും പെർമിഷൻ ചോദിച്ചാൽ ആ ഡിസിപ്ലിനിൽ വരും. അപ്പോൾ നിങ്ങൾ ഡിവൈനെ വിളിച്ചാൽ മാത്രമേ അവർക്ക് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവർ നോക്കിക്കോട്ടെ എന്ന് കരുതിയല്ല ഡിവൈനോ കോൾ ചെയ്യുക, ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യുക ആൻഡ് ഡു ദ തിങ്സ്. ഓക്കെ, സോ ഇതാണെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ടൊരു ആ യൂണിയന് വേണ്ടി ഇപ്പോഴും ആരൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ദയവ് ചെയ്ത് ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്നവർ ഒരു വേറെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ പോയി യൂണിയൻ ആയോ എന്ന് ചോദിക്കാതിരിക്കുക. ആ യൂണിയൻ ആണ് അൾട്ടിമേറ്റ് എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല അൾട്ടിമേറ്റ്, അവരിൽ കണ്ടൻ്റായിട്ട് പോകുന്നുണ്ട്. അതാണ് യൂണിയൻ എനർജി. ബാക്കിയൊക്കെ 5Dയിൽ ഡെസ്റ്റിനി പോലെയാണ് വരുന്നത്. ഓക്കെ, സോ താങ്ക് യു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലീവ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതുപോലെ ടാരോ റീഡിങ്സും ആകാശ് റീഡിങ്സ് എന്തെങ്കിലും സോൾ പർപ്പസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് കോളിങ് വരുന്നുണ്ട്. വേണ്ട, ഞാൻ കോൾസ് എടുക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഡേറ്റ്സിൽ കിട്ടും. അവിടെ ഒന്നും ഞാൻ നിങ്ങൾ ചീറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം മണി എനർജിയെക്കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കിയിട്ടൊരു പേഴ്സൺ തന്നെയാണ്. അങ്ങനത്തെ ചീറ്റിങ് കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നിന്ന് ഉണ്ടാവില്ല. അത് പേടിച്ചാരും പേയ്മെൻറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും മടി കാണിക്കേണ്ട കേട്ടോ. ഓക്കെ, നമ്മൾ ആ ഒരു ഡിവൈൻ എനർജിയിലൂടെ പോകുന്ന ആ ഒരു ഡിവൈൻ ഫെമിനിൻ തന്നെയാണ്, ഒരു സ്റ്റാർ സൈഡാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിവൺ. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ബ്ലെസ്സിങ്സ്. ഓക്കെ, താങ്ക് യു.